ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ R എന്ന് മാർക്ക് ചെയ്ത് ഇതിനെ S എന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു പാരലൽ പ്ലേറ്റിലുള്ളത് +Q, ഈ ഒരു പാരലൽ പ്ലേറ്റിലുള്ള ചാർജസ് എല്ലാം -Q. അതേപോലെ തന്നെ ഈ ഒരു പാരലൽ പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് +σ, ഈ ഒരു പാരലൽ പ്ലേറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് -σ. ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതായത് നമുക്ക് പ്രൂഫിലോട്ട് പോവാം. അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അതായത് ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഒരു പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ E=σ/2ε0. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് പ്ലേറ്റിന് വരുമ്പോൾ V എന്ന് പറയുന്നത് 2 × σ/2ε0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി σ/ε0. അതാണ് ഈ നടുക്ക് എഴുതിയിരിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് E=σ/ε0. ഇനി അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതെന്ന് പറയുമ്പോൾ E എന്ന് പറയുന്നത് dV/dr. ഈ V എന്ന് പറയുന്നത് നമുക്ക് V ആയിട്ട് തന്നെ എഴുതാം. dr എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് d ആണ് dr. അപ്പം E=V/d. ഇതിൽ നിന്ന് നമുക്ക് V എന്ന് പറയുന്നത് E×d എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പം V=σ/ε0 × d. നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ σ=Q/A. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. നമ്മൾ ഇതിനെ എടുത്ത് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് V=σ/ε0 × d. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിലോട്ട് ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് V=σ വാല്യൂ കൊടുക്കുമ്പോൾ Q/A × d/ε0. നമുക്ക് അങ്ങനെ ഒരു നാലാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. നമുക്ക് കിട്ടിയ ഇക്വേഷൻ V=Q/A d/ε0. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ. ഈ കപ്പാസിറ്റൻസിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ C=Q/V. ഇത് അഞ്ചാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ ഈ അഞ്ചാമത്തെ ഇക്വേഷനിലോട്ട് ഈ നാലാമത്തെ ഇക്വേഷൻ എടുത്ത് കൊടുക്കുക. അപ്പം C=Q അതേപോലെ ഇട്ട് V എന്ന് പറയുന്നത് എങ്ങനെയാണ് Q/A × d/ε0. C=Q/Q × d. ഇത് മുകളിൽ പോകും A×ε0. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്ര? Qയും Qയും ക്യാൻസലായി A/ε0/d. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്.